കേരളത്തിലെ ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ടറിയുന്നതിനുള്ള ഓരോ യാത്രയും തീർത്തും വ്യതിരക്തമായ അനുഭവങ്ങളാണ് നൽകുന്നത്. ഇത് തൃശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത ഇടമുട്ടത്തെ ആൽഫ പാലിയേറ്റീവ് കെയർ. രോഗം കൊണ്ടും വാർദ്ധക്യത്തിന്റെ അവശതകൾ കൊണ്ടും കടുത്ത പ്രതിസന്ധികൾക്കിടയിൽ ജീവിതം വഴിമുട്ടിപ്പോകുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്രയമായി തീരുന്ന ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പാലിയേറ്റീവ് കെയർ. 1994 ദാരിദ്ര്യരേഖയ്ക്ക് മേലെയായി എന്ന് തോന്നിയ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടി ട്രസ്റ്റിമാരായിക്കൊണ്ടൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അപ്പം അതുവരെ നടന്നിരുന്ന കുടുംബ സഹായങ്ങൾ, അതായത് ഗത്യന്തരമില്ലാത്ത ആളുകൾ, സ്വന്തമായി വരുമാനമില്ല, വരുമാനം ഉള്ള അടുത്ത ബന്ധുക്കളില്ല, ഒരു ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല, അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യണം? അപ്പോൾ അവർക്കൊരു പ്രതിമാസ പെൻഷൻ നൽകിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ട്രസ്റ്റ് രൂപീകരിക്കുന്ന അങ്ങനത്തെ ആളുകളുടെ എണ്ണം കൂടി വന്നപ്പോൾ ഒരു ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ നന്ദി, കൃതജ്ഞത അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നന്ദിയുള്ളവരായിരിക്കുക നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. അത് അവർക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സഹായം പോലെ കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് ട്രസ്റ്റ് വഴിക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ജാതിയോ മതമോ വർണ്ണവർഗ രാഷ്ട്രീയ വേർതിരിവുകളൊന്നുമില്ല. മനുഷ്യർ മാത്രം. അവർക്കായുള്ള കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും സ്നേഹസാന്ത്വനം. കാരുണ്യത്തിൻ്റെ മറുവാക്കായ ആൽഫയുടെ സർവസ്വവുമായി എല്ലാം ദൈവത്തിൻ്റെ കൃപാകടാക്ഷം എന്ന് വിശ്വസിച്ച് കർമ്മനിരതനായ മനുഷ്യസ്നേഹി. നമുക്ക് ചുറ്റും കുറേ ആളുകൾ കഷ്ടപ്പെടുന്നതും വേദനെടുക്കുന്നതും വേദനിച്ച് ജീവിക്കുന്നതെല്ലാം ആവശ്യമില്ലാതെയാണ്. മിക്കവാറും സമയങ്ങളിൽ ആവശ്യമില്ലാതെയാണ്. സാന്ത്വന ചികിത്സ വേണ്ട ഗുണമേന്മയോടുകൂടി വേണ്ട സമയത്ത് വേണ്ട അളവിൽ അവർക്ക് കിട്ടുകയാണെങ്കിൽ അനാവശ്യമായിട്ട് ഇങ്ങനെ ദുഃഖിച്ച് വിഷമിച്ച് കുടുംബത്തെ കടക്കണിയിലാക്കി ജീവിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും തോന്നുന്നതും ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതും അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ്. ആൽഫ പാലിയേറ്റീവ് കെയറിൽ 32 ഡയാലിസിസ് മെഷീനുകളാണ് 3 ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്നത്. ശരാശരി 100ഓളം ഡയാലിസിസുകൾ നിത്യേന ഇവിടെ നടത്തുന്നു. ഡയാലിസിസ് മെഷീനുകൾ സന്നദ്ധ സംഘടനകളും വ്യക്തികളും സംഭാവന ചെയ്തതാണ്. ഒരു മെഷീനും കട്ടിലും അനുബന്ധ ചികിത്സാ സംവിധാനങ്ങളെല്ലാം ഒരുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ ചെലവ് വരും. രോഗികളെ പരിചരണ വാഹനത്തിൽ ആൽഫയിൽ എത്തിക്കുന്നു. ഡയാലിസിസിന് ശേഷം അവരുടെ വീടുകളിൽ തിരിച്ചെത്തിക്കുന്നു. പൂർണ്ണമായും ഇവയെല്ലാം സൗജന്യമാണ് എന്നത് കാരുണ്യത്തിന്റെ മഹിത സന്ദേശം അടയാളപ്പെടുത്തുന്നു. ഡയാലിസിസ് പേഷ്യൻസിന് ചെയ്യുന്നത് ഒന്നെങ്കിൽ വീക്കിലി ത്രൈസ് അല്ലെങ്കിൽ ട്വൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആഴ്ച 2 അല്ലെങ്കിൽ 3 ആയിട്ടാണ് ചെയ്യുന്നത്. അത് പേഷ്യൻസിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ഡയാലിസിസ് അവർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പല ഹോസ്പിറ്റലുകളിലും, അതായത് പുറത്തൊരു പലേറ്റിക്കാരൻ്റെ അല്ലാണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1500 തൊട്ട് 2000 വരെ ചാർജ് വരുന്നിടത്താണ് നമ്മളിവിടെ സൗജന്യ ഡയാലിസിസ് കൊടുക്കുന്നത്. ഇതുവരെയായി 1 ലക്ഷം ഡയാലിസിസുകൾ ആൽഫയിൽ പൂർത്തീകരിച്ചു. നാടിന്റെ പല ഭാഗത്തു നിന്നും കിഡ്നി രോഗികൾ ആൽഫയിലെത്തുന്നു. വർഷങ്ങളായി ആഴ്ചയിൽ 2 വീതം ഡയാലിസിസ് ചെയ്ത് ജീവിതം തിരിച്ചുപിടിച്ച അനേകം രോഗികൾ ഇവിടെയുണ്ട്. രോഗം മൂലം സാമ്പത്തികമായി തകർന്നു പോകുമായിരുന്ന കുടുംബങ്ങളെ ചേർത്തുപിടിച്ച് സ്നേഹവും ശുശ്രൂഷയും നൽകുന്ന ആൽഫ ഈ രംഗത്തെ ശ്രേഷ്ഠമായ ആതുര സേവനത്തിന്റെ മഹത് മാതൃകയാണ്. ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യം, പല സംഘടനകളും അവർക്കുള്ള ചില ഗൂഢ അജണ്ടകൾ, ചിലപ്പോൾ അത് ജാതിയാകാം, ചിലപ്പോൾ മതമാകാം, ചിലപ്പോൾ കക്ഷി രാഷ്ട്രീയമാകാം. കൂടുതലും ജാതി മതം തന്നെയാണ്. അത് ശരിയല്ല. ഒരു സിവിലൈസ്ഡായ ഒരു സൊസൈറ്റി ആണെന്ന് കേരളീയരായ നമ്മൾ അവകാശപ്പെടുമ്പോൾ ഈ ഇത്രയും ബുദ്ധിമുട്ടുന്ന ആളുകളെ അവരുടെ അപ്പോഴത്തെ അവസ്ഥയെ ചൂഷണം ചെയ്യുന്നൊരു രീതി, എന്നിട്ട് അവർ സ്വാധീനിച്ചുകൊണ്ട് ഇവരുടെ മതത്തിന് അല്ലെങ്കിൽ അവരുടെ ജാതിക്ക് അല്ലെങ്കിൽ ജാതി സംഘടനയ്ക്ക് അവരുടെ രാഷ്ട്രീയ സംഘടനയ്ക്ക് ഗുണം ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് തോന്നുന്നതുകൊണ്ട്
ആൽഫ പ്രവർത്തിക്കുന്നത് ഇതിനെല്ലാം അതീതമായി മനുഷ്യനായി കാണുന്ന എല്ലാ ജാതി സംഘടന മതസംഘടനകളും പറയുന്നത് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവരും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളല്ലേ. പിന്നെ എന്തിന് ഈ മതഭേദം, ജാതിഭേദം? അതിൻ്റെ എല്ലാം ഒരു കാര്യവും ഇല്ലല്ലോ. ജീവിത സായാഹ്നത്തിൽ ആരോരുമില്ലാതെയായി പോകുന്നവർ, വീട്ടിൽ ഒറ്റയ്ക്ക് ദൈനംദിന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തവർ, ചെയ്തു കൊടുക്കാൻ ഉറ്റവരോ ഉടയവരോ ഇല്ലാത്തവരെ കെയർ ഹോമിലെത്തിച്ച് സംരക്ഷണം നൽകുന്നു. ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വിശ്വാസം, അത് നമ്മൾ വിശ്വസിക്കുന്നത് ഇത് ഒരു ചാരിറ്റി പ്രവർത്തനമല്ല. ഇത് ഈ എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും ഒരു ഡ്യൂട്ടി ആയിട്ടാണ് നമ്മളിത് കാണുന്നത്. 20 വർഷമായിട്ട് ഇത് പ്രവർത്തിച്ച് വരുന്നു സക്സസ്ഫുള്ളി. ഇതിന് ഒരേ ഒരു കാരണം ഈ ഒരു ചിന്തയാണ് എൻ്റെ ബാക്കിലുള്ളത്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇത് കാണുന്ന 90% ആളുകൾക്കും ഈ പാലിയേറ്റീവ് കെയറും എൻഡ് ഓഫ് ലൈഫ് കെയർ ആവശ്യം വരും എന്നുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ 90% നമ്മളെല്ലാവർക്കും ഇത് ആവശ്യം വരുമ്പോൾ നമ്മുടെ അന്ത്യദിനങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോകണം, നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആശുപത്രിയിൽ, ICUവിൽ ആണോ? അല്ല. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു ഓപ്ഷൻ തരുന്നതാണ് ഈ ആൽഫ പാലിയേറ്റീവ് കെയറും എൻഡ് ഓഫ് ലൈഫ് കെയറും ചെയ്യുന്നത്. ഇതാണ് ആൽഫ പാലിയേറ്റീവ് കെയർ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കുറച്ച് പ്രവാസികൾ പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ലോക്കലി കണ്ടമാനം പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു കമ്മ്യൂണിറ്റി ഡ്രിവൺ പാലിയേറ്റീവ് കെയറാണ്. ഇതിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയത്തിൻ്റെ ഒരു കളറും ഇല്ലാതെ നടത്തുന്ന വളരെ വളരെ അപൂർവം ആയിട്ടുള്ള ഒരു NGO കൂടിയാണ് ആൽഫ പാലിയേറ്റീവ് കെയർ. ആൽഫ പാലിയേറ്റീവ് കെയറിന് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഫുൾ അപ്രൂവലോടുകൂടി പ്രവർത്തിക്കുന്ന ഫുള്ളി ഓഡിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ളത്, നമ്മളൊരു ഡോണർ എന്ന നിലയ്ക്ക് നമ്മൾ സഹായിക്കാൻ പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ കടന്നു വരാവുന്ന 2 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ഈ പൈസ, നാം കൊടുക്കുന്ന പൈസ ഉദ്ദേശിക്കുന്ന ആളുടെ അടുത്ത് എത്തുന്നുണ്ടോ? 2, ഓക്കെ, ആ പൈസ എത്തുന്നുണ്ടാവായിരിക്കും, അതായത് അതിൻ്റെ ഇടയിൽ വേറെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സും നടക്കുന്നില്ല, നമുക്ക് ഉറപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ചോദ്യം, ഈ കൊടുക്കുന്ന പൈസ എഫിഷ്യൻ്റ്ലി ചെയ്യുന്നുണ്ടോ? അതായത് കണ്ടമാനം കോസ്റ്റ് കൂട്ടിയിട്ടാണോ ഡെലിവറി ചെയ്യുന്നത്? അപ്പോൾ അത് രണ്ടും ഞങ്ങൾക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. ആൽഫ പാലിയേറ്റീവ് കെയറിൽ വളരെ എഫിഷ്യൻ്റായിട്ട് നിങ്ങൾ തരുന്ന ഓരോ രൂപയും ആ എത്തുന്നിടത്ത് എത്തുന്നുണ്ട്. നമ്മളെല്ലാവരും വോളണ്ടിയേഴ്സായിട്ട് ഇതിൻ്റെ കൂടെയുണ്ട്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ കൂടെ നിൽക്കണം. ഇപ്പോൾ ആൽഫ കെയർ ഹോമിൽ മാനസികവും ശാരീരികവുമായ വെല്ലുവിളികൾ നേരിടുന്ന ഒട്ടേറെ പേരുണ്ട് താമസക്കാരായിട്ട്. ഇവിടെ ഇവരെല്ലാം ഒരു കുടുംബം പോലെയാണ്. ജീവിതത്തിൻ്റെ അവസാന നാളുകൾ സന്തോഷപ്രദമാക്കുന്നവർ, ഭൂതകാലത്തിൻ്റെ ഓർമ്മകളെല്ലാം മായ്ച്ചു കളഞ്ഞ് വർത്തമാനകാലത്തിൻ്റെ സന്തോഷങ്ങളിൽ തൃപ്തിപ്പെടുന്നവർ, സഹായിക്കാൻ സ്നേഹനിധികളായവർ ഒട്ടേറെ പേരുണ്ട്. ജീവിതത്തിൻ്റെ 2ാം ബാല്യമായ വാർദ്ധക്യത്തിൽ ഇവരെ കൈപിടിച്ച് നടത്തിയും സഹായിച്ചും കെയർ ഹോം പരിചരിക്കുന്നു. പഞ്ചായത്തോ സാമൂഹ്യ പ്രവർത്തകരോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ കണ്ടെത്തുന്ന ആരും സംരക്ഷിക്കാനില്ലാതെ വളരെയധികം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ നമ്മളോട് ചേർത്ത് നിർത്തുകയും അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, മരുന്നാണെങ്കിൽ മരുന്ന്, മറ്റുള്ള ഏത് തരത്തിലുള്ള ചികിത്സയാണെങ്കിലും അതെല്ലാം നല്ല രീതിയിൽ നമ്മൾ നടത്തിപ്പോരുന്നുണ്ട്. അതൊന്നും നമ്മളുടെ ഔദാര്യമായിട്ടല്ല നമ്മളതൊന്നും ചെയ്യുന്നത്, അവരുടെ അവകാശമായിട്ടാണ് നമ്മളത് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ആൽഫയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നൊരു സ്ഥാപനവും കൂടിയാണ്. എടുത്തു പറയാൻ നിരവധിയായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഈ അവസരത്തിൽ പ്രത്യേകം ഓർത്തു പോവുകയാണ്, കേരളത്തിലുടനീളം വന്ന നമ്മളുടെ 2018 ഫ്ലഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സഹായം ഞങ്ങൾക്ക് ആൽഫയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. കാരണം അസുഖബാധിതരായി കിടന്നിരുന്ന വ്യക്തികൾക്ക് ഞങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ ആ നിമിഷം തന്നെ ആൽഫയുടെ ആളുകൾ വന്ന് അവരുടെ ആ പാലിയേറ്റീവ് കെയർ സ്ഥാപനം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ട പരിചരണങ്ങളെല്ലാം വളരെ കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. വാസുദേവൻ എന്ന മുത്തശ്ശന് 92 വയസ്സുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകൻ നിധിന് ശാരീരിക മാനസിക വെല്ലുവിളികൾ ഏറെയുണ്ട്. നിധിൻ്റെ അമ്മ മരണപ്പെട്ടു. അമ്മയുടെ മോക്ഷപ്രാപ്തിക്കായുള്ള കർമ്മങ്ങൾ അവരവരുടെ വിശ്വാസങ്ങളിൽ വിശ്വസിച്ച് ഒന്നിച്ചു ചേർന്നു ചെയ്യുന്നു.
ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞു പോയവർക്ക് ആൽഫയിലെ ഉപാസനയിൽ എന്നും സ്നേഹാദര പ്രാർത്ഥനയുണ്ട്. ദൈവമേ, എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിലേക്ക് മടങ്ങിയവർക്ക് അർപ്പിക്കുന്ന പൂവ്. ഞങ്ങളിൽ ഒരാളായി ജനിക്കുകയും ഞങ്ങളുടെ കൂടെ ജീവിക്കുകയും ഞങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങുകയും അത്യപൂർവമായൊരു പ്രാർത്ഥനയാണിത്. ഞങ്ങളെ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോഴും ഭൂമിയിൽ നിന്നും പോയതിനു ശേഷവും ശുശ്രൂഷയും പ്രാർത്ഥനയും നൽകുന്ന ആൽഫയിലെ ഉപാസനാ കേന്ദ്രം. ദൈവത്തിലേക്ക് ഇന്നേ ദിവസം മടങ്ങിയ എല്ലാവരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. മരണം സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. മരണം ഇവിടെ തന്നെയാണ്. ഇവിടെ 24 മണിക്കൂറും ഡോക്ടർമാരുണ്ട്. എല്ലാവിധ സേവനങ്ങളും അവർക്ക് നൽകുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടുള്ള വൈദ്യപരിശോധന ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് അവരുടെ ശാരീരിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ ഇവിടുത്തെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു മരണം ഉണ്ടാകുമ്പോൾ അതിനകത്ത് അവരുടെ വിശ്വാസപ്രകാരമുള്ള എല്ലാ ക്രിയകളും അതേപോലെ തന്നെ അവരുടെ ആഗ്രഹം പോലെയുള്ള സംസ്കാരവും എല്ലാം നമ്മൾ ചെയ്യുന്നു. അടിയന്തരവും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ സമൂഹത്തിനോട് നൽകുന്ന സ്നേഹം സമൂഹത്തിൽ നമുക്ക് കിട്ടുന്ന പകരം കിട്ടുന്ന സ്നേഹമാണ്. എല്ലാ ദിവസവും ഒരു ദിവസം മുടങ്ങാതെ, ഞായറാഴ്ച ആണെങ്കിലും ബന്ധാണെങ്കിലും ഹർത്താലാണെങ്കിലും പെരുന്നാളാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ട് ഇവിടെ. എല്ലാ ദിവസവും രാവിലെ 10 മണിക്കും ദൂരെയുള്ള സ്ഥലങ്ങളിലാണെങ്കിലുള്ള ആൾക്ക് വരാൻ വേണ്ടി 12 മണിക്കും പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആൽഫയുടെ പരിചരണത്തിലുള്ള കുറേ പേരെ നമ്മൾ വിളിച്ച് അറിയിക്കാറുണ്ട്. അന്നത്തെ ദിവസം മരിച്ച ആളുകളുടെ കണക്ക് നമ്മളതിലുണ്ട്. അവരുടെ എല്ലാം ഫോട്ടോ കിട്ടുന്ന ഫോട്ടോ വയ്ക്കും, അല്ലെങ്കിൽ അവരുടെ പേരെഴുതി വെച്ചിട്ട് ഫോട്ടോ ഫ്രെയിമിൽ പേരെഴുതി വെച്ച് അവർക്ക് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയും ആൽഫയുടെ പ്രാർത്ഥനയാണ്, അതൊരു മതത്തിൻ്റെ പ്രാർത്ഥന അല്ല. ശരീരം തളർന്നു പോയവർക്ക് പ്രായഭേദമന്യേ ആൽഫയിൽ ഫിസിയോതെറാപ്പി നൽകുന്നു. വിവിധ കാരണങ്ങളാൽ ശരീരഭാഗങ്ങൾ തളർന്നു പോയവർക്ക് നിരന്തരമായ ഫിസിയോതെറാപ്പി നൽകി ചലനമറ്റുപോയ കാലുകൾക്ക്, കൈകൾക്ക്, പക്ഷപാതത്തിൽ വീണുപോയ ശരീരത്തിന് പുനർജനി ഉണ്ടാക്കിയെടുക്കുന്ന ഇടം. അത്തരം ആളുകളുടെ പ്രതീക്ഷാ കേന്ദ്രമാണിത്. സൗജന്യമായി പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി ലഭ്യമാക്കുന്ന ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ട്രോക്ക് വന്നവർക്കും വീഴ്ചയിൽ ചലനശേഷി നഷ്ടപ്പെട്ടവർക്കും ജീവിതത്തിലേക്ക് നടന്നെത്താൻ പ്രതീക്ഷ നൽകുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ കഴിയുന്നവർ പ്രതീക്ഷ സാർത്ഥകമാകുന്നു. മീൻ പിടിക്കാൻ പോയപ്പോൾ വെള്ളം പോണ ഒരു ചാലിലാണ്. അങ്ങനെ കരിങ്കല്ലും മേടിച്ചിട്ട് എൻ്റെ തണ്ടൽ എല്ല് പൊട്ടി. തണ്ടലിൽ എല്ല് പൊട്ടിയിട്ട് സ്പൈനൽ കോഡിന് ഭയങ്കര ഇഞ്ചറി സംഭവിച്ചു. നടക്കാൻ തീരെ പറ്റിയായിരുന്നില്ല. അരക്കീപ്പെട്ട് തളർന്നാണ്. അങ്ങനെ മെഡിക്കൽ കോളേജിലാണ് ഓപ്പറേഷൻ ചെയ്തത്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടേക്ക് വന്നപ്പോൾ തീരെ അനങ്ങിയായിരുന്നൊന്നുമില്ല. ആംബുലൻസിലാണ് എന്നെ കൊണ്ടുവന്നത്. ഇവിടെ വന്ന് ഡോക്ടർമാരും ഒരു 4 പേര് കൂടി ഫിസിയോതെറാപ്പി ചെയ്ത് ഇപ്പോൾ 2.5 ആഴ്ച ആയിട്ടുള്ളൂ. അതിനിപ്പോൾ കാലൊക്കെ അനങ്ങി ഉഷാറായി എന്ന് തന്നെ പറയാം. ഞാൻ ചെറുതായിട്ട് നടന്നു തുടങ്ങി. ഡോക്ടർമാരും നഴ്സുമാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും ഡയാലിസിസ് ടീമും സേവന സന്നദ്ധരായ പ്രവർത്തകരും സജീവ സാന്നിധ്യമായി എപ്പോഴുമുണ്ട് ആൽഫയിൽ. ഈ ഹോസ്പിസ് എന്ന ഈ സംവിധാനം നമുക്കൊരു പുതിയ കാര്യമാണ്. ജീവിതാന്ത്യത്തിലുള്ളവർക്ക് നല്ല പരിചരണം നൽകുക എന്നുള്ളതിനപ്പുറം കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് അവസാന നാളുകൾ ചെലവഴിക്കാനും രോഗിക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കാണാനും കേൾക്കാനും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും വേദനകളില്ലാതെ ഈ ലോകത്തോട് വിട പറയാനുമുള്ള ഒരു സാഹചര്യം ഈ ഹോസ്പിസിൽ ഉണ്ടാകും. ആൽഫയുടെ ചെയർമാൻ പറയുന്ന ഒരു വാക്കുണ്ട്: ആൽഫ സാമൂഹിക ഉടമസ്ഥതയിലുള്ള പ്രസ്ഥാനമാണ് എന്ന്. ആൽഫയുടെ ഹോസ്പീസ് പ്രോജക്റ്റ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 29-ാം തീയതി 4 ഓണ ദിവസം അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടത്തണമെന്നാണ് ആഗ്രഹിക്കാമല്ലോ. അതേപോലെ തന്നെ ലോക പാലിയേറ്റീവ് കെയർ ദിനമായ ഒക്ടോബർ മാസം 2ാമത്തെ ശനിയാഴ്ച ഒക്ടോബർ 10-ാം തീയതിയാണ്. അന്ന് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും ഉത്കൃഷ്ടരായ ഏറ്റവും ഉയർന്ന ആളുകളെ കൊണ്ട് അത് ചെയ്യിക്കണം
എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എൻഡ് ഓഫ് ലൈഫ് കെയറിന് വേണ്ടി ഏറ്റവും ഉയർന്ന സൗകര്യങ്ങളുള്ള 45 മുറികൾ കുടുംബത്തിന് കൂടെ താമസിക്കാവുന്ന രീതിയിൽ എല്ലാവരും കണ്ട് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞ് ഈ ലോകം വിട്ട് സന്തോഷത്തോടെ എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് പോകാനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിലില്ല. ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കുകയാണ്. അതേപോലെ തന്നെ കഴുത്തിന് കീഴെ തളർന്നു കിടക്കുന്ന 90 പേരെ അറ്റ് എ ടൈം നമ്മൾ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് 3 മാസം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ അവരെ ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഫ്രെയിം വെച്ച് നടക്കാവുന്ന സാഹചര്യം എത്തിക്കണം എന്നാണ് ആഗ്രഹം. എല്ലാവരുടെ കാര്യം നടന്നണമെന്നില്ല, പക്ഷേ കുറേയെങ്കിലും സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാരണം പലരും ഗോഡ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു ബോയ് 19 വയസ്സായിരുന്നു അവന്. വരുമ്പോൾ അവൻ വന്നത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നടുവളയില്ലായിരുന്നു. ഇവിടുന്ന് പോയത് വടി കുത്തിപ്പിടിച്ച് നടന്നാണ് പോയത്. ഇത് നമുക്ക് സാധിക്കാമെന്നുണ്ടെങ്കിൽ പല കാര്യത്തിലും നമുക്ക് സാധിക്കും. നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ, ഹോസ്പീസുകൾ. വളരെ അന്തസ്സോടെ ജീവിതം നയിച്ച പലരുടെയും ജീവിതാന്ത്യം ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയും ദുരിതങ്ങളോടെയും കടന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. സ്വന്തം വീട്ടിൽ ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ടവരുടെ സ്നേഹപരിചരണങ്ങൾ ലഭിക്കേണ്ട സമയത്ത് പലരും പലപ്പോഴും ആശുപത്രികളിലെ ICUവിനെ ആശ്രയിക്കേണ്ടി വരുന്നു. വീടുകളിലെത്തി അവരെ പരിചരിക്കുന്ന പാലിയേറ്റീവ് കെയറാണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. പക്ഷേ എപ്പോഴും അത് സാധ്യമാകണമെന്നില്ല. ശാരീരികവും ശാരീരികേതരവുമായ വളരെ തീവ്രമായ പാലിയേറ്റീവ് കെയർ ആവശ്യമായി വരുമ്പോൾ അതിന് വീണ്ടും ICUകളെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നു. അതിന് പകരമായി തീവ്ര പാലിയേറ്റീവ് പരിചരണം ലഭ്യമാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള കിടത്തി ചികിത്സാ സംവിധാനങ്ങളുള്ള ഹോസ്പീസുകൾ നമുക്ക് ആവശ്യമാണ്. രാജ്യത്തെ പ്രമുഖ പാലിയേറ്റീവ് ശൃംഖലയായ ആൽഫ പാലിയേറ്റീവ് കെയർ ഇത് നടപ്പാക്കുന്നു. 1.25 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ 150ഓളം പേർക്ക് കഴിയാനുള്ള മുറികളും അവർക്ക് വൈദ്യസഹായം എത്തിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങളുള്ള ഹോസ്പീസാണ് ഇവിടെ രൂപപ്പെടുന്നത്. സമൂഹത്തിന്റെ കൂട്ടായ പിന്തുണയോടെ മാത്രമേ ആൽഫയ്ക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഹോസ്പീസിന്റെ ഓരോ ഇഷ്ടികയും സ്പോൺസർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ പങ്കാളികളാവാം. ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരുടെയും ജീവിതാന്ത്യത്തിലെത്തിയവരുടെയും പരിചരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ ചോദ്യചിഹ്നമാണ്. അവരുടെ പരിചരണം പലപ്പോഴും ആശുപത്രി സംവിധാനങ്ങളെ ഏൽപ്പിക്കുക എന്നതിൽ കവിഞ്ഞ്, പ്രത്യേകിച്ചും രോഗം മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളുടെ പരിചരണം എന്നുള്ളത് പലപ്പോഴും അസാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാലിയേറ്റീവ് കെയറാണ് ഇതിനൊരു പരിഹാരം. കാരണം പാലിയേറ്റീവ് കെയറിലൂടെ ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് ഏത് രോഗാവസ്ഥയിലും കുടുംബത്തോടൊപ്പം കഴിയാൻ രോഗിയെ പ്രാപ്തമാക്കുന്ന ഒരു പരിചരണമാണ് പാലിയേറ്റീവ് പരിചരണം. അതിന് ആയി പ്രയത്നിക്കുന്ന സംഘടനകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് ആൽഫ പാലിയേറ്റീവ് കെയർ. കഴിഞ്ഞ 20 വർഷമായി 70,000-ലേറെ പേർക്ക് പരിചരണം കൊടുക്കുന്ന സാമൂഹ്യ കൂട്ടായ്മകൾ ഉണ്ടാക്കാനായിട്ട് 26 സാമൂഹ്യ കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് 26 കേന്ദ്രങ്ങളിലൂടെയാണ് ആൽഫ ഇത് നിർവഹിക്കുന്നത്. കിടപ്പു രോഗികളുടെ വീടുകളിൽ ഡോക്ടറും നഴ്സുമാരും എത്തി പരിചരണം നൽകുന്ന ആൽഫയുടെ ഹോം കെയർ ശ്രദ്ധേയമാണ്. അതിനായി പ്രത്യേക വാഹനവുമുണ്ട്. ഹോം കെയർ പദ്ധതിയിൽ ഇടമുട്ടത്തിന് ചുറ്റുമായി 400ഓളം രോഗികൾക്ക് വീടുകളിൽ ചെന്ന് ആൽഫ പാലിയേറ്റീവ് കെയർ ചികിത്സ നൽകുന്നു. 64 ടീമുകൾ ഇന്ന് കേരളത്തിൽ 9 ജില്ലകളിലായിട്ട് ഓരോ ടീമും ഒരു 8 മുതൽ 15 വരെ പേഷ്യൻസിനെ ഒരു ദിവസം കാണുന്നു. ആ രീതിയിൽ ഉള്ള സംവിധാനം 14,000 പേഷ്യൻസ് ഇന്നത്തെ ദിവസം ആൽഫയുടെ പരിചരണത്തിലുണ്ട്. ഈ രീതിയിലേക്ക് നമ്മൾ പോകും. പ്രധാനമായിട്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് എൻഡ് ഓഫ് ലൈഫ് കെയർ തന്നെയാണ് പ്രധാന ലക്ഷ്യം ഇടുന്നത്. അത് പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഹോസ്പീസ് കെയർ കൂടി വേണം. കാരണം നേരത്തെ പറഞ്ഞ പോലെ വീടുകളിൽ ഇത് എല്ലാ ജില്ലകളിലും വേണം. ഇപ്പോൾ കൊല്ലത്തുള്ള ഒരാളെ തൃശ്ശൂർക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലല്ല എൻഡ് ഓഫ് ലൈഫ് കെയറിനെ സംബന്ധിച്ച്. മറ്റു പല കാര്യങ്ങളും പറ്റുന്നിരിക്കും. പക്ഷേ ഇതിന് ഈ കാര്യത്തിൽ ആ യാത്ര ചെയ്യാനായിട്ടുള്ള ആരോഗ്യമുള്ള ആളായിരിക്കില്ല. അപ്പോൾ അതായത് കൊല്ലത്തുള്ള പേഷ്യൻസിനോട് കൊല്ലത്ത് ഹോസ്പീസ് വേണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ച എൻഡ് ഓഫ് ലൈഫ് കെയറിനെ സംബന്ധിച്ച് എൻഡ് ഓഫ് ലൈഫ് ഹോം കെയർ, എൻഡ് ഓഫ് ലൈഫ് ഹോസ്പീസ് കെയർ. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ഭാഗം തന്നെയാണ് ഹോസ്പീസ് ആൻഡ് ലിങ്ക് കെയർ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 26 ഇത്തരം ലിങ്ക് സെന്ററുകൾ പ്രവർത്തിക്കുന്നു.
ലിങ്ക് സെന്ററുകളിൽ പ്രധാനമായും ഫിസിയോതെറാപ്പി പരിചരണമാണ് ലഭ്യമാക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം എല്ലാ പ്രായത്തിലുള്ളവർക്കും ഇത്തരം കേന്ദ്രങ്ങളിൽ ഫിസിയോതെറാപ്പി നൽകുന്നു. രോഗികൾക്കും കുടുംബങ്ങൾക്കും വേണ്ട സഹായങ്ങൾ നൽകുന്ന ഒരു സ്നേഹത്തിൻ്റെ തുരുത്തുകളായി മാറാൻ ഈ കൂട്ടായ്മകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടായ്മകൾ കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരം കൂട്ടായ്മകളിലൂടെ പാലിയേറ്റീവ് പരിചരണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആൽഫ കമ്പാഷനേറ്റ് കേരളം അല്ലെങ്കിൽ കാരുണ്യ കേരളം എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടാക്കി പ്രവർത്തിച്ചു വരുന്നത്. 2030 മുമ്പ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ജീവിതാന്ത്യ പരിചരണത്തിനും ഗുരുതര രോഗങ്ങൾ ബാധിച്ച ആളുകളുടെ പരിചരണത്തിനുമായി നിരന്തരമായ പ്രവർത്തനം നടത്തി ഇത് വിജയിപ്പിച്ചെടുക്കാനാണ് ആൽഫ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലിങ്ക് കെയർ യൂണിറ്റിലേക്ക് ഫിസിയോതെറാപ്പിക്കായി രോഗികളെ എത്തിക്കുന്നതിന് അതാത് യൂണിറ്റുകളിൽ പരിചരണ വാഹനങ്ങളുണ്ട്. ലിങ്ക് കെയർ യൂണിറ്റുകളിൽ ഡോക്ടർമാരും നഴ്സുമാരും ഫിസിയോതെറാപ്പിസ്റ്റുകളുമുണ്ട്. സേവനങ്ങളെല്ലാം സൗജന്യമാണ്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കാൻ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുണ്ട്. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് സ്റ്റുഡന്റ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അത് നമ്മൾ ആരുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബ് ഉണ്ട്. അതായത് സ്കൂളുകളിലും കോളേജുകളിലും കേന്ദ്രീകരിച്ച് കുട്ടികളുടെ ഇടയിൽ ആരുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബ് നമ്മൾ തുടങ്ങി. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിയേറ്റീവിന്റെ അവയർനെസ് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് യൂത്തിനെ നമ്മൾ പാലിയേറ്റീവിലേക്ക് കൊണ്ടുവരാൻ ഒരു വലിയൊരു വോളണ്ടിയറിംഗ് സപ്പോർട്ട് യൂത്ത് വഴി നമ്മൾ പ്രൊമോട്ട് ചെയ്യിക്കുകയും അതായത് ഇങ്ങനെ പാലിയേറ്റീവ് എന്നുള്ള ലോകമുണ്ട് എന്നുള്ളത് കുട്ടികളിലേക്ക് എത്തിക്കുകയുമാണ് നമ്മൾ ഈ ഒരു ആരുഷ് ക്ലബ്ബ് വഴി സ്റ്റുഡന്റ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ വഴി എയിം ചെയ്യുന്നത്. നമ്മൾക്കിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 10,000-കണക്കിന് വോളണ്ടിയേഴ്സ് സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് ഉണ്ട്. കാരുണ്യത്തിന്റെ കയ്യൊപ്പുമായി ആതുര സേവന രംഗത്ത് സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ.